സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു ബർഗർ ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, ഒരു മുട്ട. പിന്നെ വേണ്ടത് നല്ലൊരു ബന്നാണ്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്ന് നോക്കാം. ക്യാപ്സിക്കം വട്ടത്തിൽ മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം എടുത്തു മാറ്റാം. എല്ലാം വട്ടത്തിൽ മുറിച്ച ശേഷം ഒരു പാത്രം വെച്ചോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ അതിൻ്റെ ഉള്ളിലുള്ള കുരുകൾ എടുത്തു മാറ്റാം. ഇങ്ങനെയെല്ലാം മുറിച്ചു മാറ്റാം. ഇതൊരു മൂടി വെച്ച് അമർത്തുമ്പോൾ ഇത് ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ കത്തി കൊണ്ട് മുറിച്ചു മാറ്റാം. ഇനി നമുക്ക് തക്കാളിയും അതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. അതും ക്യാപ്സിക്കം ചെയ്തതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള കുരുകൾ എടുത്തു മാറ്റാം. തക്കാളിയുടെയും റിങ് പോലെയുള്ള വട്ടമെടുത്ത് ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാം വെച്ച ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റിയത് നമുക്ക് ചെറുതായി മുറിച്ച് മാറ്റി വയ്ക്കാം. ഒരു മുട്ട പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തക്കാളിയുടെ ഉള്ളിൽ നിന്ന് മുറിച്ച് മാറ്റിയതും ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിൽ നിന്ന് മുറിച്ച് മാറ്റിയതും ചെറുതായി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ള് ഉപ്പുമാണ്. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം പകുതി സവാള മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറും വേണം. ഇവയെല്ലാം കൂടി ഇട്ട് ഇളക്കി മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ചീസാണ്. ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കിയ ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം.
പാൻ വെച്ച് പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ബട്ടർ ഉരുകി വരുമ്പോൾ ബൻ മുറിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ബന്ന് മാറ്റി വെച്ച ശേഷം അതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്യാപ്സിക്കവും തക്കാളിയും വെച്ച് കൊടുക്കും. ഇങ്ങനെ എല്ലാം വെച്ച ശേഷം നേരത്തെ നമ്മൾ കലക്കി വെച്ച മുട്ട വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിടാം. കരിയാതെ നോക്കണം. കൈവശം ബന്നുണ്ടെങ്കിൽ സിമ്പിളായി ചായക്ക് കടിയുണ്ടാക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ചൂടാക്കി വെച്ച ബന്നിൻ്റെ ഉള്ളിൽ ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാം. അതിന് മുകളിലായി സ്ലൈസ് ചെയ്ത ചീസും വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലായി ലെറ്റ്യൂസ് വെച്ച് ഫ്രൈ ചെയ്ത മുട്ടയും വെച്ച് ബന്നിൻ്റെ മുകൾ ഭാഗവും വെച്ച് കൊടുക്കാം. നിങ്ങളും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.